ഹലോ, സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനും മുഖത്തെ കറുപ്പും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വെക്കാനെല്ലാം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുനാരങ്ങ പ്രശ്നം. നമ്മൾ ഇതേപോലെ ഫേസ് പാക്ക് അതേപോലെ സെറം ടോണറെല്ലാം ഉണ്ടാക്കുന്നേരം അതിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഗ്ലിസറിന് വളരെ ചീപ്പ് റേറ്റിന് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു മിക്സിങ് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് വയ്ക്കുക. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നതും നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്ലിസറിന് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇതേപോലെയുള്ള പാക്കുകളെല്ലാം ഉണ്ടാക്കാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ അലോവേര ജെല്ല് അതും 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് പുറത്ത് വെച്ചിട്ട് അതായത് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം ഇടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം ഇടുന്നത്. അത് മാത്രമല്ല സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ അലോവേര ജെല്ല് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഇത് 1 ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിൽ ചിലർക്ക് ഈ ഓയിൽ പിമ്പിൾസ് ഉണ്ടാക്കും. പക്ഷേ ആൽമണ്ട് ഓയിൽ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഓയിലി സ്കിൻ ആണെങ്കിലും അവർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. അങ്ങനെ പിമ്പിൾസ് വരാറില്ല. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നേരം നമുക്കിതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ലും കുറച്ചും കൂടി നമ്മുടെ ആൽമണ്ട് ഓയിലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമ്മളിതൊരു എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഇത് നമുക്കൊരു 5 ദിവസമെല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുക. എല്ലാം നിങ്ങളടുത്ത് ഫ്രിഡ്ജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ ആ ഒരു തണുപ്പോട് കൂടി മുഖത്ത് തേക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇതുപോലുള്ള ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പർക്ക് ഇത് സൂട്ടാവും. ഞാൻ പറഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ആൽമണ്ട് ഓയിൽ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ, അതായത് ഓയിലി സ്കിന്നുകാരോടല്ല സാധാരണ സ്കിന്നുകാർക്ക് ആൽമണ്ട് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യുക, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. രാത്രി ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് മുഖത്തൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങി രാവിലെ മാത്രം കഴുകിക്കളഞ്ഞാൽ മതി. ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. ഞാൻ പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് ഒരു 5 ദിവസമെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.